അതൊക്കെ നമുക്ക് പിന്നെ പറക്കാം. ജോസിനുണ്ട് നല്ലൊരു പണിയാ ഒപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. എന്തൊക്കെയായിരുന്നു ദൈവം ഗേൾസിന് മാത്രം ഇത്ര പൈസ ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പറയട്ടെ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവൻ ഇതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് എത്ര പോസ്റ്റുകൾ, എന്തൊക്കെയായിരുന്നു ബഹളം. ഇപ്പൊ എന്തായി? ഇത്ര പെട്ടെന്ന് ദൈവം വിളിയേക്കുന്നത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? എന്തുവാടാ നിനക്ക് മനസ്സിലായില്ല? ഇല്ല മനസ്സിലായില്ലെന്ന്. അങ്ങനെ പർപ്പിൾ ചേച്ചിയുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം തൂക്കി. ഒന്നുമില്ല, സന്തോഷം വരുമ്പോ എനിക്ക് ഇല്ലീഗലായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന് തന്നെ നമുക്ക് നിക്കാൻ പറ്റത്തില്ല. ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഇന്നായിരുന്നു സംഭവം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വാർത്ത ട്രെൻഡിംഗ് ആണ്. മാസം 1 കോടിക്കടുത്ത് വരുമാനമുള്ള പേജാണ് ഇപ്പോൾ നഷ്ടമായത്. അന്ത്യാവോളം വെള്ളം കോരിയിട്ട് പടിക്കിലെത്തുമ്പോ കുട ഉടച്ചു എന്ന് പറയാറില്ലേ, അതുപോലെ കാര്യങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്തവർ മൂഞ്ചിപ്പോയി. ഇനിയിപ്പോൾ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും ചേച്ചി. എന്നാലും ഇത് വല്ലാത്ത പണിയായി പോയി. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവുമെന്ന്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ എന്ന റെക്കോർഡ് നേടിയതാണ് അശ്വിനി ചേച്ചി. ഇങ്ങനെ ഒരു പണി ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. നിരവധി പേരാണ് ഈ വാർത്ത കേട്ട് പ്രതികരിച്ചത്. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഇനി അതൊന്നും കാണിക്കരുതെന്ന് ബോർഡ് പറയാൻ പറഞ്ഞട്ടാ. എണ്ണിച്ചോരെല്ലാം സംസാരിക്കരുത് മുതലാളി. 2 സഹോദരിമാരും, ഒരു അമ്മ, ഒരു മുത്തശ്ശി, ഒരു യാത്ര, ഫാഷൻ, ജീവിതശൈലി എന്നിവയാണ് അശ്വിനിയുടെ പ്രധാന ഹോബി. മറ്റു ഇൻഫ്ലുവൻസർമാരെ പോലെ അല്ല, ഫ്രീ ആയിട്ട് ഒന്നുമില്ല. പൈസ അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക് കൊടുത്താൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാം. ഏകദേശം 390 രൂപയാണ് ഫീസ്. അത് കൊടുത്തത് 25,000 പേരും. എങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഇങ്ങനെ പോയാലും 1 കോടി വരുമാനം. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. എന്തായാലും ചേച്ചി പോയ സ്ഥിതിക്ക് ഇനി ആര്? ആണല്ലേ, എല്ലാവർക്കും എന്നെ മതി. നാട്ടുകാർക്കും സമൂഹത്തിനും ഒരു ഉപകാരവുമില്ലാത്ത വീഡിയോകൾ തയ്യാറാക്കി യുവാക്കളുടെ പൈസ കളയുന്ന ഇത്തരം പരിപാടികളൊക്കെ പൂട്ടുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. എത്രയെത്ര കുട്ടികളാണ് ഇതിനെയൊക്കെ അടിമപ്പെടുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റുകളായി രേഖപ്പെടുത്തുക. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ടാണ്. ഇപ്പോൾ അക്കൗണ്ട് അടക്കം കാണാനില്ല. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെല്ലാം മൂഞ്ചി അല്ലേ? നല്ല കാര്യമാണോ അല്ലേന്നുള്ള കാര്യം നിങ്ങൾ പറയും. എന്തായാലും ഇന്ന് രാവിലെ സബ്സ്ക്രൈബ് ചെയ്തവരുടെ കാര്യം കഷ്ടമാ അല്ലേ? ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.